ഈ ഘോഷം എന്ന് പറയുന്ന നോവൽ എഴുതുന്നതിന് മുമ്പ് തുടങ്ങുന്നത് അരാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. പിന്നെ ദർസ അല്ലേ, ദസ്വ എന്ന് പറയുന്ന രണ്ടാമത്തെ, അതൊരു പഞ്ചാബി പശ്ചാത്തലത്തിലാണ് തോന്നുന്നത് കുറേയൊക്കെ. അപ്പോൾ അതിൽ രണ്ടിലും പറയാതെ പോയ എന്ത് പുതിയ കാര്യം പറയാൻ സാധിച്ചു എന്നാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വിചാരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന കക്ഷിയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അതിഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിരന്തരം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ അനുകരണങ്ങളാണ് കാര്യമായിട്ട്. അതായത് പുക എന്ന രണ്ടുപേരെന്നെ സമീപിച്ചിരുന്നു. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു തിരക്കഥ എഴുതി തയ്യാറാക്കുകയും ചെയ്തു. തിരക്കഥ റെഡി ആയി കഴിഞ്ഞു. 2 കൃതികൾ തമ്മിൽ ഞാൻ മോഷ്ടിച്ചു നീ മോഷ്ടിച്ചു എന്ന രീതിയിൽ വന്നപ്പോഴും അവരുടെ 2 പേരുടെ ഈ റീഡേഴ്സ് ബാങ്ക് ഒന്ന് തന്നെയാണ്. ഓരോരോ ദിക്കിൽ ഓരോ ഘോഷങ്ങൾ അതും കാണാം എന്നൊരു ഭാഗം കുഞ്ചൻ നമ്പ്യാരുടെ എഴുത്തിൻ്റെ, അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ എഴുത്തിൽ തന്നെ ഒരു ഘോഷമുണ്ട്. വിജയൻ അത് എഴുതുന്ന കാലത്ത് ഇന്നത്തെ അയ്യാർ പ്രസാദാണ്. അതെന്തോ ആവട്ടെ, കാരണം നമുക്ക് ആരാധനയോടെ കണ്ടിരുന്ന എഴുത്തുകളാണ് അതൊക്കെ. അതിവിനയം കൊണ്ട് കാര്യം സ്തുതി തന്നെ അല്ല, ആധുനിക കാലത്ത് പച്ചക്കുള്ള സ്തുതി. അപ്പൊ ഈ മനുഷ്യൻ എന്തുകൊണ്ട് അവിടെ ഇരുന്ന് സ്തുതി പാടിയപ്പോ ഈ മനുഷ്യൻ ഒരു സ്തുതിയും പറയാതെ ഇതിനെ പരിഹസിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും ഈ ഒരു വൈരുദ്ധ്യം കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഒന്നും കൂടി തെളിച്ച് പറയാം അപ്പൊ ഈ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തന്നെയാണോ, കൊടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. (2024) ജൂൺ മാസത്തിൽ 1-ാം പതിപ്പും നവംബർ മാസത്തിൽ 2-ാം പതിപ്പും ഇറങ്ങിയ ഘോഷം എന്ന നോവലിനെ അധികരിച്ച് അതിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയ സുഹൃത്തുമായ അയ്യാർ പ്രസാദുമായി ഒരഭിമുഖം വേണം എന്നത് എന്നെ ആ നോവലിൻ്റെ പ്രാധാന്യമാണ് തോന്നിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മബന്ധം എന്ന് പറയുന്നത്, അതിൽ പറയുന്ന ചേലപ്പറമ്പൻ എന്ന് പറയുന്ന കഥാപാത്രം തികച്ചും നിസ്സംഗതയുള്ള അവധൂത സ്വഭാവങ്ങളുള്ള അനാർക്കിയായ എൻ്റെ പിതാവ് ഞരളത്ത് രാമപൊതുവാളിനെ ഇടയ്ക്കിടയ്ക്ക് ധ്വനിപ്പിച്ചതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വായനാ പ്രേരണയായി. മറ്റൊന്ന്, എൻ്റെ ചുമലിൽ ആദ്യമായിട്ട് ഇടയ്ക്കയിട്ട് തന്നത് വാസ്തവത്തിൽ ആർട്ടിസ്റ്റ് ദയാനന്ദൻ എന്ന് പറയുന്ന മലപ്പുറത്തുകാരുടെയും ഞങ്ങളുടെയൊക്കെ വലിയ ഗുരുസ്ഥാനീയനും നഷ്ടവുമായ ദയേട്ടനാണ് അതിലത്തെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അങ്ങനെ പല നിലയ്ക്കും വായനയ്ക്ക് പ്രേരണ തന്ന ആ പുസ്തകം മലയാളി ആധുനിക കാലത്തും പുരാതന കാലത്തും ഒരുപോലെ പരിചയപ്പെട്ട ഒരുപാട് മുഖങ്ങൾ അതിനകത്ത് വന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാരണം. അയ്യാർ പ്രസാദുമായിട്ടുള്ള അഭിമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഘോഷം എന്ന് പറയുന്നൊരു നോവൽ ചെയ്യണം എന്ന് അയ്യാർ പ്രസാദ് തീരുമാനിക്കുന്നത് 2 മറ്റ് പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ എവിടെയോ കണ്ടിട്ടുള്ള ആൾക്കാരെക്കുറിച്ചാണല്ലോ പറയണമെന്നുള്ള തോന്നലും ഉണ്ടാക്കിയിരുന്നു. ഈ നോവൽ വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത് സമയമെടുത്ത് ആളുകളൊക്കെ കണ്ടുമുട്ടി തയ്യാറാക്കിയിട്ടുള്ളതാണോ? എന്താണ് ഇങ്ങനെ നോവലിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രചോദനം എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട സമകാലിക രാഷ്ട്രീയ സാംസ്കാരികാവസ്ഥ, കേരളത്തിൻ്റെ സാംസ്കാരികാവസ്ഥയെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറയേണ്ടത്. ഈ സ്തുതി സാംസ്കാരിക രംഗത്ത് മൊത്തം ഈ സ്തുതി പാഠകരെ കൊണ്ട് നിറഞ്ഞൊരു കാലമാണ് നമ്മൾ കണ്ടത്, കഴിഞ്ഞു പോയത്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അവാർഡുകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ഇങ്ങനെ പോവുക. ഇത് അധികാരത്തിനോട് എങ്ങനെയൊക്കെ ഒട്ടി നിൽക്കാൻ പറ്റും അതൊക്കെ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് ഒരു പ്രതിരോധത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു അധികാരത്തിനോടൊക്കെ ശണ്ട കൂടുന്ന, കലഹിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ സാംസ്കാരിക രംഗത്തെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അത് വളരെ അതിൻ്റെ ഏറ്റവും അശ്ലീലമായ അർത്ഥത്തിലേക്ക് അത് മാറി. കുഞ്ചൻ ഒരേ സമയത്ത് എന്നെ ആകർഷിച്ചിട്ടുണ്ട്, കാരണം ഈ അശ്ലീലതയോട് പടപൊരുതിയ ഒരാളെന്ന നിലയ്ക്ക്. അതുകൊണ്ട് ഒരേ സമയം കുഞ്ചൻ നമ്പ്യാരുടെ ബയോപിക്കായി, അതും ഏതാണ്ട് 400 വർഷങ്ങൾ മുമ്പ് ബയോപിക്കായി അത് നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായ ഹരി പറഞ്ഞ പോലെ ആ കാലം, ആ ചരിത്രം, മാർത്താണ്ഡവർമ്മയുടെ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ വന്ന കാർത്തിക തിരുനാളിൻ്റെ പശ്ചാത്തലം, അന്നത്തെ തിരുവിതാംകൂർ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തിരുവിതാംകൂർ, അക്കാലത്തെ രചനകൾ, ആ കാലത്തുണ്ടായിരുന്ന സഹകവികൾ, എഴുത്തുകാർ, അന്നത്തെ സാംസ്കാരിക രംഗത്തെ മൊത്തം ചിത്രം, അതുപോലെ അന്നത്തെ ഭൂമിശാസ്ത്രം, ഇതൊക്കെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ കുറേ ശ്രമകരമായൊരു ജോലിയാണ്. ആ ജോലി വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്തത്. അതിന് നടത്തിയ ശ്രമങ്ങൾക്കനുസരിച്ചുള്ള ഒരു കനം, ഏത് രൂപത്തിലെ കനം, കടലാസിൻ്റെ കനം, ആ പുസ്തകം 103 പേജറ്റേ ഉള്ളൂ തോന്നുന്നു. 100-ൽ താഴെ പേജേ ഉള്ളൂ. അപ്പോൾ അത് വരുത്താതെ എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് കഥ പറയേണ്ടത് കുഞ്ചൻ നമ്പ്യാരുടെ കഥയോ ആ ചരിത്രവും മാത്രമല്ല, ഒരു സമകാലിക രാഷ്ട്രീയ അവസ്ഥ തന്നെയാണ്, സമകാലിക സാംസ്കാരിക രംഗത്തെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ആ കൃതി എഴുതാനുണ്ടായ പ്രചോദനം. ഈ സാംസ്കാരികാവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, 18-ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇതിന് സമാനമായൊരു കാലത്താണല്ലോ നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് എന്ന തോന്നൽ. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഒരു പുതിയ അനുഭവമല്ല. ഏതോ കാലത്ത് വളരെ ശക്തമായിരുന്ന സാംസ്കാരിക അശ്ലീലങ്ങളുടെ തുടർച്ച മാത്രമാണ് എന്നാണോ പ്രസാദ് പറയാൻ ശ്രമിച്ചത്? രണ്ടും ഉണ്ടാവും. ഇപ്പോൾ അതെ, അതങ്ങനെ തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് സാംസ്കാരിക രംഗത്ത് അശ്ലീലത മാത്രമല്ല ഉണ്ടാവുക. ഇടയ്ക്ക് ചില കുഞ്ചൻ നമ്പ്യാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചേലപ്പറമ്പന്മാരുണ്ടാവും. ഞാൻ അതിൽ 3 കഥാപാത്രങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ചേലപ്പറമ്പ് ഈ അധികാരത്തിനോടൊന്നും സമരസപ്പെടാതെ തീർത്തും അരാജകമായൊരു അവധൂത സ്വഭാവത്തിൽ പോകുന്ന ഒരാൾ. ഹരിക്കത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കഥാപാത്രമാണ്. ഹരിയുടെ ഒരു പാരമ്പര്യം വെച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തേത്, ചേലപ്പറമ്പൻ ഒരു വേള വള്ളുവനാടിൻ്റെ ഹൃദയഭൂമിയിലാണ് അയാൾ. ഈ പെരിന്തൽമണ്ണ പ്രദേശത്ത് എവിടെയോ ആയിരുന്നു, കോഴിക്കോടാണെന്നും പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ഈ ഒരു പെരിന്തൽമണ്ണക്കാരനായി കാണാനാണ്. ചേലപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ താലൂക്കിലെ സ്ഥലമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഒരു കുടുംബമുണ്ട്. അതെ, മന. അപ്പം ചേലപ്പറമ്പിൻ്റെ ഒരു അരാജക, ഒരു തരത്തിലും അധികാരവുമായി സമരസപ്പെടാത്ത ഒരു മനുഷ്യൻ, ഇതിലൊരു നിസ്സംഗനായിട്ടാണ് വരുന്നത്. അതെ ആണ്. രണ്ടാമത്തേത്, ഇതിനോടൊക്കെ സമരസപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന, ഗതികേട് കൊണ്ട് സമരസപ്പെടേണ്ടി വരുന്ന ഒരു രാമപുരത്ത് വാര്യർ. ഇതിനോട് സമരസപ്പെടുന്നു എന്ന് നടിക്കുകയും ഇതിനോട് നിരന്തരം കലഹിക്കുകയും ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാർ. ഇതിനോട് സമരസപ്പെടുക മാത്രം ചെയ്ത് ഇതിൻ്റെ സാധ്യതകളെ മുഴുവൻ പ്രയോജനപ്പെടുത്തി അധികാരത്തെ ഏത് വഴിക്ക് നയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദേവരാജസൂരി. ഇങ്ങനെയുള്ള ഇതിനിടയ്ക്ക് ഒരു ഉണ്ണായി വാര്യരുണ്ട്. ഉണ്ണായി വാര്യർ ഇതിലൊന്നും അങ്ങനെ പെടുന്നില്ല, വന്നു പോകുന്നവരാണ്. അതെ. ഈ ഘോഷം എന്ന് പറയുന്ന നോവൽ എഴുതുന്നതിന് മുമ്പ് തുടങ്ങുന്നത് അരാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. പിന്നെ ദർസ അല്ലേ, ദസ്വ എന്ന് പറയുന്ന രണ്ടാമത്തെ, അതൊരു പഞ്ചാബി പശ്ചാത്തലത്തിലാണ് തോന്നുന്നത് കുറേയൊക്കെ. അപ്പോൾ അതിൽ രണ്ടിലും പറയാതെ പോയ എന്ത് പുതിയ കാര്യം പറയാൻ സാധിച്ചു എന്നാണ് എഴുത്തുകാരൻ എന്നുള്ള എനിക്ക് വിചാരിക്കുന്നത്. കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ നമുക്ക് ചെറുകഥയേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും. എന്നാൽ വളരെ വലിച്ചു വാരി നീട്ടി എഴുതുന്ന ഒരു രീതി എനിക്ക് അത്ര സുഖകരമായി തോന്നിയില്ല. ഇത്തിരി പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റാൽ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ഥല വിവരണം, ഒരു നോവലിനെ സംബന്ധിച്ച് സ്ഥല വിവരണം, നമ്മൾ പണ്ട് പറയുന്ന മഹാകാവ്യ സങ്കല്പങ്ങളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഇത്ര വിവരണങ്ങൾ വേണം, അതിനകത്തൊരു പ്രണയം വേണം, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് നമുക്കിപ്പോഴും നമ്മുടെ നോവൽ സങ്കല്പങ്ങളിൽ. കുറേ ലക്ഷണമൊത്ത നോവൽ. അതെ. കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിരന്തരം കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇങ്ങനെ ഈ രീതിയിൽ അനുകരണങ്ങളാണ് കാര്യമായിട്ട്. അതായത് പുക എന്ന അതിൻ്റെ ഒരു പിന്നെ പൊളിറ്റിക്കലി നമ്മൾ കറക്റ്റ് ആവണം, അത് വേറെ കാര്യം. അല്ലെങ്കിൽ കറക്റ്റ്നെസ്സിലേക്ക് നമ്മൾ പോകണം. പക്ഷേ അത് ഒരു കൃത്രിമാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ചെറുകഥയിൽ നിന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം അവിടെ കിട്ടും. കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ പറയാം, കുറച്ചുകൂടി വിസ്തരിച്ച് പറയാം. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ സാംസ്കാരിക അപജയത്തെ തുറന്നു കാണിക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഘോഷം എന്ന് പറയുന്ന നോവലിൽ ചില കഥാപാത്രങ്ങളെ കൊണ്ടൊക്കെ വളരെ കുറച്ച് സംസാരിപ്പിച്ചിട്ട് വലിയ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അത് ബോധപൂർവം ചെയ്തതാണോ അതോ അങ്ങനെ എഴുതിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാണോ? അതിൽ ഒന്ന്, നമ്മളൊരു പീരീഡ് നോവലിലേക്ക് പോകുമ്പോഴേ, നമ്മൾ 18-ാം നൂറ്റാണ്ടിലേക്ക് നമ്മളെ തന്നെ മാനസികമായി പ്രതിഷ്ഠിക്കണം. അപ്പോൾ അറിയാതെ ആ കഥാകഥന രീതി ഒരു ചരിത്ര ആഖ്യാന രീതിയായിട്ട് അത് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രാഖ്യാന രീതി അറിയാതെ വന്നു പോയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആ സമയത്ത് വായിച്ചിരുന്നത് ഇത്തരം ചരിത്ര പുസ്തകങ്ങളായിരുന്നു. നമുക്ക് ആ കാലത്ത് ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചരിത്ര രേഖകളുടെ അഭാവമൊക്കെ ഉണ്ട്. നമുക്ക് രാജാക്കന്മാരുടെ ചരിത്രം പോലും നമുക്ക് മര്യാദയ്ക്കില്ല. അവിടെയാണ് ഒരു കവിയുടെ ചരിത്രം, ഈ കവികൾ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് പോലും തിരുവിതാംകൂറിൽ പോയിട്ട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കൊട്ടാരം കവികൾ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെയാണോ അതോ പിന്നെ കൽക്കുളം കൊട്ടാരത്തിലാണോ
എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കൽക്കുളം കൊട്ടാരം എന്ന് വെച്ചാൽ ഞാൻ ആ പഴയ പേര് പറഞ്ഞതാണ്, പത്മനാഭപുരം കൊട്ടാരത്തിലാണോ എന്നതുപോലും നമുക്കറിയാത്ത അവിടുത്തെ ചരിത്രകാരന്മാരോട് ചോദിച്ചാൽ പോലും കൺഫ്യൂഷനുള്ള സംഗതികളാണ്. അപ്പോൾ ഗ്രന്ഥങ്ങളുടെ അഭാവം, അന്വേഷിച്ചാൽ അറിയുന്ന ആളുകളുടെ അഭാവം, ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ആ സമയത്ത് നേരിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചരിത്ര പുസ്തകങ്ങളാണ് ഞാൻ അക്കാലത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ഫിക്ഷൻ അല്ല ആ കാലത്ത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ആഖ്യാനത്തിന് തന്നെ ഒരു ചരിത്രാഖ്യാനത്തിൻ്റെ രീതി അത് വളരെ വ്യക്തമായിട്ട് അതിലുണ്ട്. കാരണം അത് വായിക്കുന്ന ആൾക്ക് ഇത് ചരിത്രമാണോ, അത് IR പ്രസാദിൻ്റെ ഭാവനയാണോ, അതോ ഐതിഹ്യങ്ങളാണോ, ഏതാണ് ഇതിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അതിങ്ങനെ എൻ്റെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ചലച്ചിത്ര സാധ്യതയെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുകയുണ്ടായോ, അല്ലെങ്കിൽ IR പ്രസാദിന് അതൊരു ചലച്ചിത്രമായി കണ്ടാൽ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്? അത് രണ്ടുപേരെന്നെ സമീപിച്ചിരുന്നു. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു തിരക്കഥ എഴുതി തയ്യാറാക്കുകയും ചെയ്തു. തിരക്കഥ റെഡിയായി കഴിഞ്ഞു? തിരക്കഥ റെഡി ആയിരുന്നു. അപ്പോൾ ഈ അഭിമുഖം കാണുന്ന ആളുകൾക്കൊരു എന്താ പറയാ, ഒരു വലിയൊരു പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൂടിയാണ്. നല്ല സംവിധായകർക്ക് തിരക്കഥ വിൽക്കാനുണ്ട് അല്ല, അങ്ങനെയല്ല. അപ്പോൾ പക്ഷേ അതേസമയം രണ്ടുപേരുടെ നിർദ്ദേശം അനുസരിച്ച്, ഒരാളുടെ നിർദ്ദേശം അനുസരിച്ച് ഞാനത് ചെയ്തു തുടങ്ങി. പിന്നെ അയാൾ വലിയ പ്രോത്സാഹനമൊന്നും തന്നില്ല. പിന്നെ രണ്ടാമത്തെ ആൾ വീണ്ടും എന്നോട് സീരിയസ് ആയി പറഞ്ഞു, ഇത്ര ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3 മാസമൊക്കെ എടുത്തിട്ട്, കാരണം അത് വളരെ എളുപ്പമായിരുന്നു, കാരണം എൻ്റെ കഥ തിരക്കഥയാക്കി എടുക്കുക എന്നുള്ള ചെയ്തു. പിന്നെ അയാളും വലിയ താല്പര്യം. മുമ്പ് തിരക്കഥ രചിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അപ്പോൾ പിന്നെ അത് സിനിമേൻ്റെ ഒരു വഴിയാണെന്ന് ഞാൻ വിചാരിക്കുന്ന ആളേ ആയിരുന്നില്ല ഞാൻ. പക്ഷേ ഇതിങ്ങനെ നിർബന്ധിതമായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അതിൽ വലിയൊരു ഇത് സിനിമയാക്കുമ്പോഴുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ് സ്വയം വിചാരിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു സംവിധായകൻ IR പ്രസാദിനോട് സമീപിക്കുകയാണ്, എനിക്കിതൊന്ന് സിനിമയാക്കിയാൽ കൊള്ളാം, അയാൾ നേരിടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്തൊക്കെയാണ്? ഒന്ന്, 18-ാം നൂറ്റാണ്ട് നടക്കുന്ന കഥ, അത്രയും സെറ്റ് തന്നെ പഴയ പശ്ചാത്തലത്തിലേക്ക് പോകണം. കോസ്റ്റ്യൂംസ്, അതിൻ്റെ പ്രശ്നം, അത് വലിയൊരു ചിലവ് അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അത്രയും വലിയൊരു പ്രൊഡ്യൂസറെ കൊണ്ടേ അത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, അത്രയും വലിയ സംവിധായകനെ കൊണ്ടേ അത് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ വടക്കൻ വീരഗാഥ, പഴശ്ശിരാജൊക്കെ ചെയ്ത പോലത്തെ ഒരു പ്രൊഡ്യൂസർക്കാണ് ഇത് ഘോഷത്തെ ഒന്ന് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നവരുടെ ആലോചനയിൽ ഞാൻ വരികയില്ല. അതാണ് അതിൽ പ്രശ്നം. പക്ഷേ AI-യുടെ കാലത്ത് AI രൂപത്തിൽ ഇതിനൊരു ചലച്ചിത്രമാക്കി മാറ്റാൻ അങ്ങനെ പല രീതിയിലും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഈ സിനിമയുടെ പുറകെ പോയാൽ നമ്മുടെ എഴുത്തും വായനയും സർഗാത്മക ജീവിതം മുഴുവൻ അത് നമ്മളെ ബാധിക്കും. സ്വന്തം ആയിട്ട് ഒരു ആഘോഷം എന്ന നിലയ്ക്ക് കാണുന്ന പ്രസാദിൻ്റെ ഒരു കൃതി തന്നെയാണ് ഈ ഘോഷം എന്ന് പറയുന്നത്. കാരണം അതിൽ ഉണ്ണിയാറിൻ്റെ മനോഹരമായ ബ്ലർബുണ്ട്. ഈ ബ്ലർബിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആഘോഷം എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സ്വയം അവനവൻ ഇത്രയും എഴുതിയതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും ആഘോഷിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടൊരു സിനിമാ സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്കൊരു 10 to 5 ചെയ്യുന്ന കൃത്യമായൊരു ജോലിയുണ്ട്. 10 to 5 അതിൽ അപ്പുറത്തേക്ക് നീണ്ടുപോകുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിനമായ വായന, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു എനിക്ക് അപരിചിതമായൊരു ലോകമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചെയ്യാൻ പോകുന്നതിൻ്റെ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടും, എനിക്ക് ആ മേഖലയിൽ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട പണി, എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ചെയ്യേണ്ട പണി ഞാൻ തീർത്തിട്ടുണ്ട്. പിന്നെ അതാണ് അതിൻ്റെ തിരക്കഥയാക്കുക എന്നുള്ള പ്രക്രിയ. ഇനിയൊക്കെ ഉള്ളത് ഈ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് നിർവഹിക്കേണ്ട പണികളാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അർഹിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് എല്ലാം വന്നു എന്ന് തോന്നിയോ? അത് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സുരേഷ് MG എന്ന് പറയുന്നൊരു വിവർത്തകനും നിരൂപകനും ഒക്കെ ആയിട്ടുള്ള സുരേഷ് MG, അതെ, അദ്ദേഹമാണ് മലയാള മനോരമയുടെ ഓൺലൈനിൽ ഒരു നല്ല റിവ്യൂ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയത്. അത് നല്ല റീച്ച് ഉണ്ടാക്കി. രണ്ടാമത്തേത് ഒരു സ്ത്രീ എഴുത്തുകാരി, അത് രാധ കയറാട്ട് എന്ന് പറയുന്ന ഒരാൾ ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എഴുതുന്നത്. പുസ്തകം ഇറങ്ങി 2 വർഷം കഴിഞ്ഞിട്ട്, രണ്ടാം പതിപ്പിന് ശേഷം എന്നല്ല, 2 വർഷത്തിന് ശേഷമാണ് ആ ഇൻ്റർവ്യൂ. 2 വർഷം 1 വർഷം ആയിട്ട് ആണ് ആ റിവ്യൂ വരുന്നത്. രാധ കയറാട്ട്. അതെ. അതിന് മുമ്പ് നമ്മുടെ അഷ്ടമൂർത്തി, എഴുത്തുകാരൻ അഷ്ടമൂർത്തി ഒരു ഗംഭീര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വളരെ ചെറിയൊരു പോസ്റ്റായിരുന്നു, പക്ഷെ അതിനകത്ത് അതെല്ലാം ഉണ്ടായിരുന്നു.
അഷ്ടമൂർത്തിയുടെ ആ പോസ്റ്റ് വന്ന ശേഷം ഈ പുസ്തകം കുറേയും കൂടി ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ അതിനൊരു തുടർച്ചയൊന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് അത് വിട്ടുകൊടുത്തതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ചില പുസ്തകങ്ങൾ പെട്ടെന്ന് കയറി കത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മളാരും അങ്ങനെ പ്ലാൻഡ് അല്ലല്ലോ. നമ്മൾ പരസ്പരം അറിയുന്ന കുടുംബം എന്നുള്ള നിലയ്ക്ക് നമ്മളിങ്ങനെ മക്കളെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ അവരുടെ സൃഷ്ടിക്ക് ശേഷം പിന്നെ വല്ലാണ്ട് ഇടപെടാൻ പോലില്ലല്ലോ. അതേ അവസ്ഥ നമ്മുടെ പുസ്തകത്തിലുണ്ടാവും. മാത്രമല്ല ഇതിന്റെ പേര് ഘോഷം എന്നാണ്. അതെ, അതിലൊരു പരിഹാസമുണ്ട്. ഈ ഘോഷം എന്നുള്ള പേര് എൻ്റേതല്ല കേട്ടോ സത്യത്തിൽ. ഈ പേരിന്റെ പിന്നില് ഓരോരോ ദിക്കിൽ ഓരോ ഘോഷങ്ങൾ അതും കാണാം എന്നൊരു ഭാഗം കുഞ്ചൻ നമ്പ്യാരുടെ എഴുത്തിന്റെ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ എഴുത്തിൽ തന്നെ ഒരു ഘോഷമുണ്ട്. അപ്പോൾ ഈ ഘോഷം എന്ന് പറയുന്നത് നമ്മൾ ഓവർ PR-ന്റെ ഒരു ഘോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സാംസ്കാരിക രംഗത്തായാലും. അതിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഒരു കടപ്പാട് കൂടി പറയട്ടെ. പട്ടാമ്പി കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായ റോയ് സാറാണ് എന്നോട് ഈ ഘോഷം എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. അതിന് അദ്ദേഹത്തിന് വല്ല ന്യായങ്ങളുണ്ടോ? അല്ല, അത് കേട്ടപാടെ ഞാനത് അംഗീകരിച്ചു. അതിനൊരു ന്യായം പിന്നെ ആവശ്യമില്ലെന്ന് തോന്നി. കാരണം ഈ ഘോഷങ്ങൾക്കിടയിലാണ് ഈ സംഗതി വന്നത്. അതുകൊണ്ട് തന്നെ മാനുസ്ക്രിപ്റ്റ് വായിക്കുകയാണോ ചെയ്തത്? അതെ. അതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ ഘോഷിച്ചാൽ എൻ്റെ എഴുത്തിൻ്റെ സത്യത്തിന് അത് ബാധിക്കും. മനസ്സിലായി. കാരണം ഈ ഘോഷങ്ങൾക്ക് എതിരാണ് ആ കൃതി. അതായത് OV വിജയൻ്റെ ധർമ്മപുരാണം ഒരു കാലത്തെ സ്തുതിപാഠകരുടെ എന്താ പറയുക, ആ ഒരു ജീവിതശൈലിയെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള സ്തുതിപാഠകരുടെ ജീവിതശൈലിയെ നല്ല തോതിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുകയോ ചെയ്ത ഒരു നോവലാണ്. ഈ ധർമ്മപുരാണം എന്ന നോവലും ഈ പറയുന്ന ഘോഷവും തമ്മിൽ എവിടെയാണ് അതിരിടുന്നതായിട്ട് പ്രസാദിന് തോന്നുന്നത്? അല്ല, രണ്ടും തമ്മിലൊരു കമ്പാരിസൺ ഒന്നുമില്ല. ഒന്നാമത് വിജയനെ പോലെ പ്രതിഭാശാലിയായ ഒരു മനുഷ്യനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് സ്വയം കഴിയില്ല. രണ്ടാമത്തെ അന്ന് വിജയൻ അത് എഴുതുന്ന കാലത്ത് ഇന്നത്തെ AR പ്രസാദാണ്. അതെന്തോ ആവട്ടെ, കാരണം നമുക്ക് ആരാധനയോടെ കണ്ടിരുന്ന എഴുത്തുകളാണ് അതൊക്കെ. പൊളിറ്റിക്കൽ സറ്റയർ എന്നുള്ള അർത്ഥത്തിൽ അതിനെ തമ്മിൽ ചേർത്ത് വയ്ക്കാം. ഈ അധികാരത്തിൻ്റെ അശ്ലീലം അത് തുറന്നു കാട്ടുന്ന കാര്യത്തിൽ ആണ് ഈ ഒരു താരതമ്യം ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു ഹരിയുടെ ചോദ്യത്തിന്. ഈ അധികാരത്തിൻ്റെ അശ്ലീലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രസാദ് അധികാരവുമായി ബന്ധപ്പെട്ട ബ്യൂറോക്രസിയുടെ ഭാഗമാണ്. അതായത് ഇപ്പോൾ ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യാണ്. അതിനു മുമ്പായിട്ട് പ്രസാദ് മാധ്യമങ്ങളിൽ ചാനലിൽ വാർത്താവതാരകനായിട്ടും ജേർണലിസ്റ്റായിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു മലയാളം BEd കഴിഞ്ഞ അധ്യാപകനാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഏത് ഘട്ടത്തിലാണ് ഈ അധികാരം എന്ന് പറയുന്നത് ഇത്രമാത്രം അശ്ലീലമാണെന്ന് തിരിച്ചറിയുകയും അത് ഇനിയും അതിനെ ഞാനായിട്ട് കുറച്ചെങ്കിലും അതിനെ പ്രതിഫലിപ്പിക്കാൻ എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ്? സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഉത്തരം പറയാൻ പറ്റില്ല. സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന കക്ഷിയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അതിഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി തെളിച്ച് പറയാം. അപ്പോൾ ഈ പറഞ്ഞത്, അതായത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തന്നെയാണോ? കൊടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ തെളിച്ച് പറയേണ്ട കാര്യമേ ഇല്ല കേരള സമൂഹത്തിൽ. അപ്പോൾ ഈ നമ്മളെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത്, നമ്മളെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വിളിക്കുന്നത്, നമ്മുടെ പുസ്തകം ആര് പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മളൊരു ഒരു റീഡേഴ്സ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം, വോട്ട് ബാങ്ക് പോലെ. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ മാത്രം നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ കൃത്യമായൊരു പക്ഷം പിടിക്കണം. നമ്മുടെ കൃതികളിൽ ഇന്നതൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഉറപ്പ് കൊടുക്കണം. അവരെ ഒട്ടും നിരാശപ്പെടുത്താതെ അതേ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അത്തരം ആളുകളെയാണ് മലയാളത്തിൻ്റെ വായനക്കാർക്ക് ഇന്ന് ആവശ്യം. മറിച്ച് ഈ ഒരു മിമിക്രിക്കാരെയാണ് ആവശ്യം. അതിലപ്പുറത്തേക്ക് പ്രതിഭയുള്ള ആരെയും അവർ അംഗീകരിക്കാത്ത കേരളത്തിലെ വായനക്കാർ മൊത്തം ഞാൻ അധിക്ഷേപിക്കുകയല്ല. വായനക്കാരിൽ വലിയൊരു വിഭാഗം ആഘോഷിക്കപ്പെടുന്നത് ഇത്തരം കൃതികളെ ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ട് കൃതികൾ തമ്മിൽ ഞാൻ മോഷ്ടിച്ചു നീ മോഷ്ടിച്ചു എന്ന രീതിയിൽ വന്നപ്പോഴും അവരുടെ രണ്ടുപേരുടെ ഈ റീഡേഴ്സ് ബാങ്ക് ഒന്ന് തന്നെയാണ്. അതായിരുന്നു അവർ തമ്മിലുള്ള ശണ്ട നിലനിൽക്കാനും അത് വലിയ പ്രശ്നമില്ലാണ്ട് തീർന്നു പോകാനുള്ള ഒരു കാരണം. നമുക്കതിനകത്ത് യാതൊന്നുമില്ല. നമ്മളത് വായിക്കേണ്ട സാധനമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. അല്ലെങ്കിൽ അത്തരം ആളുകളെ വായിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു തീരുമാനം. അതായത് പ്രസാദ് പറയുന്നതിനകത്ത് മോഷണ സ്വഭാവം കൃത്യമായിട്ടുള്ള ആളുകൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതെ,
അതിപ്പോൾ ഞാൻ അവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പേര് പറയാതെ തന്നെ മലയാളിക്കെല്ലാം അറിയാം. ഇത് നിലനിൽക്കുന്നത് വലിയ വൈഡായിട്ടുള്ള വായനാശീലമുള്ള മലയാളി ഇല്ലാതായത് കൊണ്ടാണോ ഇതിങ്ങനെ കുറേ കാലം ഇവർക്കൊക്കെ ഈ കാപട്യം ഈ മോഷ്ടാക്കൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്? അതിങ്ങനെ നോവൽ രംഗത്ത് മോഷ്ടാക്കൾക്ക് വിലസാൻ കാരണം? ഞാനൊരു മോഷ്ടാവാണ്, ഞാൻ ഹരിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് ഹരി പറയുന്നു. ഞാൻ മോഷ്ടിച്ചു അന്ന് നാട്ടുകാരും വായനക്കാരും തിരിച്ചറിയുന്നു. ഈ ഘട്ടത്തിൽ ഹരിക്കും പ്രശസ്തി, എനിക്കും പ്രശസ്തി. മൗലികമായ രചന നടത്തുന്നതിനേക്കാൾ പ്രശസ്തി കിട്ടുകയാണ് മോഷ്ടിച്ചു എന്ന അപഖ്യാതി കേൾക്കുമ്പോൾ. ഈ നമ്മൾ പറയില്ലേ, നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലോകത്തെ ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന്. അതിനെയാണ് ഘോഷിക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്ക് നിങ്ങളുടെ പേര് സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ ലോകരിതം അനുസരിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രസിദ്ധനായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങളൊരു സെയിലബിൾ കമ്മോഡിറ്റിയാണ്. നിങ്ങളെ ഇവിടെ എന്താ പറയുക, വളരെ സൂക്ഷ്മതയോടുകൂടി എഴുത്തിനെയും മറ്റും കാണുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അവരെ കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാവുക, അഭിമുഖങ്ങളിൽ അത്തരം ആളുകളെ പരമാവധി കൊണ്ടുവന്നിട്ട് ചാനലുകൾ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ സാഹിത്യരംഗത്ത് നടക്കുന്നത്, പ്രത്യേകിച്ച് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ആവണം, അങ്ങനെയൊക്കെ നിലനിന്നിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയണമെന്ന് IR പ്രസാദിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല എന്നല്ല. അപ്പോൾ എൻ്റെ കൃതികൾ വായിക്കപ്പെടുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. ഞാൻ അതിനെതിരൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല. പ്രശസ്തി ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ പ്രശസ്തി ആഗ്രഹിക്കാന്ന് മീൻസ് ഈ പുസ്തകത്തിൻ്റെ വലിയ വായന, ഇതൊരു ബെസ്റ്റ് സെല്ലർ ആവണം എന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. ആളുകൾ വായിക്കാൻ വേണ്ടിയാണല്ലോ എഴുതുന്നത്. അല്ലെങ്കിൽ അതൊരു വലിയ കുറ്റമല്ല. നമ്മൾ നമ്മുടെ മക്കൾ നന്നായി കാണണം. അല്ല, ചേലപ്പറമ്പൻ പറയും പോലെ അല്ലെങ്കിൽ മനസ്സിലുണ്ടായാൽ പോരെ കവിത. പക്ഷെ പ്രസാദ് ഇതിനകത്ത് ഇത് വലിയ രീതിയിൽ ബെസ്റ്റ് സെല്ലർ ആവണമെന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കൊരു മക്കളുണ്ടായി, അവർ ഈ സമൂഹത്തിന് ഉപകാരികളാവണം എന്ന് വിചാരിക്കുന്ന ഒരു ധ്വനിയും കൂടെ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ദുർഗുണ പാഠശാലയായിട്ട് ഇത് മാറണമെന്ന് മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല. ഇതിനെ തുറന്നു കാട്ടാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ ഈ കഥകൾ എന്ന് പറയുന്നതേ, നമ്മൾ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മനോഹരമായ ഒരു സങ്കല്പമാണല്ലോ. കഥകൾ രചിക്കുക, കഥ കേൾക്കുക. നമ്മൾ ഈ കഥ എന്ന് പറയുന്ന ഒരു മുത്തശ്ശി കഥ, അല്ലെങ്കിൽ ഈ ഹരി പറഞ്ഞ പോലെ ഒരു ഗുണപാഠ കഥ. കഥ അങ്ങനല്ല. കഥ എന്ന് പറയുന്നത് എല്ലാ കഥകളും അത്ര നിഷ്കളങ്കമല്ല. ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെടുന്ന കഥകളുണ്ട്. അങ്ങനത്തെ 1-2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് പറയാൻ പറ്റും? അത് ഞാൻ പറയില്ല. പക്ഷേ എന്നാലും ചില കഥകൾ വായിച്ച മാർത്താണ്ഡവർമ്മയുടെ കഥ പറയാം. തൃപ്പടി ദാനം ചെയ്യുന്നു. മാർത്താണ്ഡവർമ്മ യുദ്ധമൊക്കെ നടത്തി എല്ലാ രാജ്യങ്ങളും കീഴടക്കി, തെക്കും കൂറും വടക്കും കൂറും ഒക്കെ കീഴടക്കി, ഏതാണ്ട് ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയുടെ അതിര് വരെ മൂപ്പർ കൈക്കലാക്കി. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരന് വേണ്ടത് എന്താണ്? ഇനി ഇങ്ങോട്ട് ആക്രമണം പാടില്ല. ആഭ്യന്തര കലാപങ്ങളുണ്ട്. ആഭ്യന്തര കലാപം 8 വീട്ടിൽ പിള്ളമാരെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ട്, സ്ത്രീകളെ തുറകയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വേണ്ടത് ഇനി സമാധാനമാണ്. അധികാരം കിട്ടി നമുക്ക് സമാധാനം, പിന്നെ നമുക്ക് കരിങ്കൊടി പാടില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ രാത്രി വന്നിട്ട് ശ്രീ പത്മനാഭൻ പ്രത്യക്ഷപ്പെടുകയാണ്. പത്മനാഭൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തോട് പറയുന്നു, പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിക്കണം. എന്നിട്ട് പുള്ളി അങ്ങനെ പോവുകയാണ്. തമിഴ്നാട്ടിലൊക്കെ പോയി പല പുള്ളിയുടെ അടുത്ത പ്രധാന അജണ്ട എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിക്കുക എന്നുള്ളതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം നവീകരിച്ച് പിന്നെ അടുത്ത ഒന്നാമത്തെ കാര്യം, അവിടുത്തെ ഈ പ്രമാണിമാരുടെ കയ്യിലാണല്ലോ ഈ ക്ഷേത്രം. അത് രാജാധികാരത്തിന് കീഴിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നിട്ട് സ്വത്ത് മുഴുവൻ തൃപ്പടി ദാനത്തിലൂടെ പത്മനാഭന് സമർപ്പിക്കുന്നു. അതിൻ്റെ മെസ്സേജ് എന്താണ്? ഇനി രാജാവ് പത്മനാഭനാണ്, ഞാൻ പത്മനാഭദാസനും, ശ്രീ പത്മനാഭദാസൻ. അപ്പോൾ ബാല മാർത്താണ്ഡവർമ്മയാണ്, ഞാൻ കുട്ടിയാണ്. ആര്? പത്മനാഭൻ്റെ. എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയല്ല, ഇനി ഈ രാജ്യത്തെ ഇത്തരം യുദ്ധത്തിന് വരരുത്, പത്മനാഭനോടാണ് നിങ്ങളുടെ യുദ്ധം. അതായത് പുതിയ കാലത്ത് വ്യക്തികൾ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തെമ്മാടിത്തരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അത് എന്നെയല്ല കേട്ടോ ഈ സമൂഹം ചോദ്യം, നമ്മുടെ പാർട്ടിയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണത് എന്ന് പറയുന്നത് പോലത്തെ ഒരു സാധനത്തിലേക്കാണോ അത് കണക്റ്റ് ആവുക? അത്ര ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ കഥകൾ എപ്പോഴും ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശ്രീ പത്മനാഭൻ വന്ന് മാർത്താണ്ഡവർമ്മയിലൊരു കഥയുണ്ട്, പ്ലാവിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചു. കൃഷ്ണൻ വന്നിട്ടാണ്, സാക്ഷാൽ പത്മനാഭൻ വന്നിട്ടാണ് പ്ലാവിൻ്റെ പൊത്തിൽ. സത്യത്തിൽ പിന്നെ ശത്രുക്കളെ കണ്ട് പേടിച്ചോടുകയായിരുന്നു ഈ ചങ്ങാതി. അപ്പോൾ രാജാവിന് പേടിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. രാജാവ് എപ്പോഴും എന്താണ്, വീരനും ധീരനുമായിരിക്കണം. അപ്പോൾ ആ ധീരകഥകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, വീരകഥകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ പ്ലാവിനെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നാണ് ഞാൻ നോവൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഥകൾ, ഈ പ്രത്യേകിച്ച് ഇത്തരം കഥകൾ, വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ കഥകൾ ഒക്കെ നല്ല മാർക്കറ്റുള്ള സംഗതികളാണ്.
അപ്പോൾ അത് പലപ്പോഴും അധികാരത്തെ ഈ നിലനിർത്താൻ മാർത്താണ്ഡവർമ്മ നിങ്ങൾ കരുതുന്ന പോലെയല്ല ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടന്നു വന്നിട്ടുള്ള ഒരാളാണ് എന്ന് മാർത്താണ്ഡവർമ്മ തന്നെ പ്രചരിപ്പിച്ചാലാണ് ദേവരാജസൂരിയാണ് ആ പണി സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്. ദേവരാജസൂരി അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ദേവരാജസൂരി ഒരു നല്ല സാംസ്കാരിക നായകനാണ്. രാജ്യത്തിനൊരു സാംസ്കാരിക നയം രൂപീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് കൽക്കുളം കൊട്ടാരത്തിൻ്റെ പേര് മാറ്റിയിട്ട് പത്മനാഭപുരം കൊട്ടാരം എന്നാക്കിയത്. അപ്പോൾ കാരണം കൽക്കുളം കൊട്ടാരത്തിൽ വെച്ചിട്ട് കുറേ കൊലകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് പത്മനാഭൻ്റെ പേരിലാക്കിയാൽ അതിനെ ഒന്നും കൂടി മഹത്വവൽക്കരിക്കാൻ കഴിയും. പഴയ ചരിത്രത്തെ മാറ്റി കളയാൻ കഴിയും. പേര് മാറ്റലുകൾ അത്ര നിഷ്കളങ്കമല്ല. സ്ഥലത്തിൻ്റേതായാലും സ്ഥാപനങ്ങളുടേതായാലും പദ്ധതികളുടേതായാലും പേര് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, അതായത് മാധവിക്കുട്ടിയമ്മയുടെ മക്കള് പരേതയായ മാധവിക്കുട്ടിയമ്മയുടെ സ്മാരകം ആയി നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് കുറെ കാലം കഴിയുമ്പോൾ AKG സ്മാരക ബസ് സ്റ്റോപ്പ് ആക്കി മാറ്റുന്നതിൽ അല്ല, അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കാണുന്ന വേറെ കുറേ പ്രവണതകളുണ്ട്. എന്താ പറയുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മറ്റൊരു പേരിലാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ പഴയ നമ്മുടെ പല സ്മാരകങ്ങളും പഴയ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ അംശങ്ങളെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് വേറെ കുറേ ആളുകളുടെ ചരിത്ര പുരുഷന്മാരുടെ പകരം പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നടത്തുന്ന രാജ്യത്താകമാനം കാണുന്ന ചില സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഈ ആത്മീയ കഥകളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ പ്രസാദ് പറഞ്ഞ സാംസ്കാരിക ഇടപെടൽ നടത്താൻ പ്രവർത്തിച്ച ചില വ്യക്തികൾ ഇങ്ങനെ ധ്വനിച്ചു നിൽക്കുന്നുണ്ട്. ഇതിൽ ദേവരാജസൂരി പ്രഭാവർമ്മയാണോ ബ്രിട്ടാസാണോ എന്ന് വരെ വായിക്കുന്ന ആളുകൾക്ക് തോന്നും. ജോൺ ബ്രിട്ടാസാണോ പ്രഭാവർമ്മയാണോ? ഞാൻ 18-ാം നൂറ്റാണ്ടിലെ മാർത്താണ്ഡവർമ്മയുടെ രാജ്യഭരണത്തിന് കീഴിൽ നടക്കുന്ന കഥയാണ് എഴുതിയത്. 200 കൊല്ലം മുമ്പുള്ളത്. അത് നിങ്ങൾക്ക് സമകാലികത ആരോപിക്കുന്നുവെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. അല്ല, ഞാനത് ആരോപിക്കുന്നത് നോവലിൻ്റെ ഒരു പരാജയമാണ്. അങ്ങനെ നോവലിസ്റ്റ് കരുതുന്നു. അതെ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ബയോപിക് മാത്രമായിട്ട് വായിച്ചവരുണ്ട് കേരളത്തിൽ. അത് തീർച്ചയായിട്ടും അല്ല, അത് അതിലും വലിയ പരാജയമാണ്. അല്ല, ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ആത്മകഥ എഴുതുകയായിരുന്നെങ്കിൽ ഇത് മിനിമം ഒരു 400 പേജെങ്കിലും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ കവിഞ്ഞ സാധ്യതകളും അത് ചെറിയ വാക്കിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഈ നോവൽ ഇനിയും കൂടുതൽ വായിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നോവലിസ്റ്റിന് തോന്നാൻ കൂടുതൽ കാരണങ്ങളുണ്ടോ? രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാരണങ്ങളുണ്ട്. അതിലപ്പുറം വ്യക്തിപരമായി നമ്മളൊരു സന്തോഷമുണ്ട്. അത് തീർത്തും വ്യക്തിപരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കുതിൽ സാംസ്കാരികം എന്നാണ്. വാസ്തവത്തിൽ നോവലിസ്റ്റ് എന്താണ്? നോവലിസ്റ്റ് സംസ്കാരം എന്ന പദം കൊണ്ട് അതിനെ നിർവചിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ നിർവചിക്കും? അയ്യോ, അത് വലിയ പ്രയാസമുള്ളൊരു നിർവചനമായിരിക്കും. പക്ഷേ ഞാൻ അതിനകത്ത് വേറെ ചില രീതിയിൽ ഇപ്പോൾ അവിടെ ഉണ്ണായി വാര്യരുണ്ട്. ഉണ്ണായി വാര്യരും നളചരിതം എഴുതിയ ഉണ്ണായി വാര്യർ, അതായത് തിയേറ്ററിനെ കുറിച്ച് നല്ല ബോധമുള്ള ഉണ്ണായി വാര്യർ. കുഞ്ചൻ നമ്പ്യാരുണ്ട്, അയാൾക്കും തിയേറ്ററിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കാരണം അയാൾ പടയണി ഇത്തരം തിയേറ്റർ, ജനകീയ തിയേറ്റർ, പടയണിയെക്കുറിച്ച് അറിയാം. അയാൾ തുള്ളൽ എന്ന് പറയുന്നൊരു വേറൊരു തിയേറ്ററിക്കൽ ഫോം ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ അവിടെ ഇരിക്കുമ്പോഴാണ് ദേവരാജസൂരി ആദരിക്കപ്പെടുന്നത്. അദ്ദേഹത്തെ അഭിനവ കാളിദാസൻ എന്നാണ് പറയുന്നത്. നമുക്ക് അഭിനവ കാളിദാസൻ എന്ന അക്കാലത്ത് വിശേഷിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട ഒരാൾ ഉണ്ണായി വാര്യരാണ്. തീർച്ചയായിട്ടും. ആ ഉണ്ണായി വാര്യരെ അവിടെ ഇരുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ കാളിദാസനെയൊക്കെ ധാരാളം വായിച്ച് പഠിച്ച കുഞ്ചൻ നമ്പ്യാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, അപഹാസ്യരാക്കിക്കൊണ്ടാണ് ദേവരാജസൂരിയെ അഭിനവ കാളിദാസൻ എന്ന പട്ടം കൊടുത്തുകൊണ്ട് മാർത്താണ്ഡവർമ്മ ആദരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ശ്രീ മാർത്താണ്ഡ വിജയം എന്ന് പറയുന്ന ഒരു നാടകം അദ്ദേഹം എഴുതിയതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്തുതി പാടിയത് കൊണ്ട് മാത്രമാണ് ഈ ദേവരാജസൂരി അവിടെ ആദരിക്കപ്പെടുന്നത്. ശരിയായ സാംസ്കാരിക പ്രവർത്തകർ ദേവരാജസൂരി കിട്ടുന്ന സമയങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള അവിഹിത ആസ്വാദനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പം ശരിയായ സാംസ്കാരിക പ്രവർത്തകർ അവിടെ അവഗണിക്കപ്പെടുന്നതിൻ്റെ ഒരു ചിത്രം. അപ്പോൾ ഇതാണ് നമ്മളൊരു ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ, ഈ സാംസ്കാരിക രംഗത്തെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഈ നോവലിന് എടുത്ത് പറയാം. ദേവരാജസൂരി കൃത്യമായിട്ട് ഒരേ സമയം ആധുനിക മാധ്യമ പ്രവർത്തകരെയും ആധുനിക എഴുത്തുകാരെയും പ്രതിനിധാനം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അക്കാലത്ത് കവികൾ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്നു.
അതുകൊണ്ടാണ് നമ്പ്യാരുടെ കവിതയിൽ നമുക്ക് തിരുവിതാംകൂറിൻ്റെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്, അധികാരത്തിൻ്റെ ചിത്രം കിട്ടുന്നത്. റിപ്പോർട്ടിംഗ് സ്വഭാവം ഉണ്ടായിരുന്നു. അതും കൂടിയാണ് അത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ എഴുത്തെന്ന് പറയുന്നത്, കവികൾ എന്ന് പറയുന്നത് രാജാവിന് സ്തുതി പാടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണല്ലോ. അപ്പോൾ ആ സംഗതിയുണ്ട്. ഇങ്ങനെ ഈ രണ്ട് ദൗത്യവും, കാരണം അന്നത്തെ കാലത്ത് ഈ പ്രസിദ്ധീകരിക്കാൻ ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ സാധ്യമാവുന്ന ഒരു സ്ഥലം കൊട്ടാരം അനുവദിക്കണം, അവിടെ ഇരുന്നുകൊണ്ടേ രചന നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണല്ലോ, രാഷ്ട്രീയ സാഹചര്യത്തിലാണല്ലോ അവർ ജീവിക്കുന്നത്. ഈ കുഞ്ചൻ നമ്പ്യാർ ഈ മറ്റുള്ള കവികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒടുവിൽ ഇവിടെ വരേണ്ടിയിരുന്നില്ല. മറ്റു പലരുടെയും പ്രലോഭനങ്ങളിലും മറ്റും പെട്ട് ഇടയ്ക്കൊക്കെ ഈ ഒഴുക്കിനൊപ്പം നീന്താൻ ശ്രമിക്കുകയും, എന്നാൽ കുറേ കഴിയുമ്പോൾ ഇതല്ല എൻ്റെ വഴി, ഞാൻ ഇതിനല്ല എഴുതിയതും പറഞ്ഞതും ജീവിച്ചതും എന്നൊരു തോന്നൽ വന്ന് ഒരു വേള അവിടുന്ന് പലായനം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പലായനം ജീവൻ തന്നെ ബാധിച്ചപ്പോഴാണ്. അതെ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് പേപ്പട്ടി കടിച്ചു മരിച്ചു എന്ന് പറയുന്നൊരു സംഗതിയാണുള്ളത്. എന്നതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് IR പ്രസാദ് വളരെ മനോഹരമായി പറയുകയും അതിന് ദുർവ്യാഖ്യാനം വരാനുള്ള കാരണം എന്താണെന്നുള്ളതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ സംഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതൊരു ഊഹം, അന്ത്യം, ഒരാളുടെ അന്ത്യം, അതൊരു ഊഹം മാത്രമാണ്, അതൊരു ഭാവനയാണ്. അതിൽ ചേലപ്പറമ്പൻ പറയുന്നുണ്ട്, കേട്ടുകേൾവികളും സത്യമല്ല, കാണുന്നതും സത്യമല്ല, ഒടുവിൽ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടുന്നതെന്തോ അതായിരിക്കും സത്യം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എന്തോന്ന് തെളിയുന്നതാണ് അത് സത്യമാണെന്ന് നമ്മൾ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തെളിയണമെങ്കിൽ ഈ നമ്മൾ ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളായാലാണ് അങ്ങനെ? ചേലപ്പറമ്പൻ ഒരു അവധൂതനും നിസ്സംഗനും നിഷ്കാമ അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും അധികാരികൾക്കെതിരെ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ അയാളെ വകവരുത്തണം. അല്ലെങ്കിൽ അധികാരം, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ അധികാര സംവിധാനത്തെ മൊത്തത്തിലാണ് കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും ഉണ്ട്, അവിടെ ജാതി അധികാരം ഉണ്ടാവും, എല്ലാത്തരം അധികാരങ്ങളും ചേർത്ത് വെച്ച്, എല്ലാം ചേർത്ത് വെച്ച് അതിനെതിരെ വിമർശിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന രാജ്യത്താകമാനം പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മേൽക്കോയ്മ വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുമ്പോൾ ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരു സ്ഥലത്ത് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ കൂടെ നടക്കുക, അയാളുടെ കൂടെ പായസം കഴിക്കുക, എന്നിട്ട് ഈ പായസത്തിന് കയ്പാണെന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ അത് ചിരിച്ച് ആസ്വദിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ കവിയുടെ എഴുന്നും 7 അയലത്ത് അടുപ്പിച്ചിട്ടുണ്ടാവില്ല ഈ പറയുന്ന രാജാവ് ഇങ്ങനെ തോള് കൈയിട്ട് നടക്കുകയായിരിക്കുമോ? അങ്ങനെ ഇയാൾ പറയുന്ന വിമർശനങ്ങളൊക്കെ രാജാവ് ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവുമോ? ഒരിക്കലും അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഈ പറയുന്ന ഒരു വിമർശനവും ആ കാലത്ത് ഈ നമ്പ്യാരുടെ ഓരോ കൃതിയിലും ഓരോ വരികളെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഈ വിമർശനം ഒന്നും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു മാനസികാവസ്ഥയിലോ അധികാരാവസ്ഥയിലോ അല്ല അന്നത്തെ രാജാക്കന്മാർ. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇങ്ങനെ ആവാനേ തരമുള്ളൂ എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനാണ് ഞാൻ നമ്പ്യാരെക്കുറിച്ചുള്ള എല്ലാ ഐതിഹ്യ കഥകളെയും പറഞ്ഞ് തന്നെ നിരാകരിച്ചുകൊണ്ട് ആ കൃതിക്കകത്ത് പോയത്. അങ്ങനെ നിരാകരിച്ച പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. മരണം മാത്രമല്ല, ഈ മിഴാവ് കൊട്ടും ഉറങ്ങിപ്പോയ മുതൽ. അതെ, അതായത് അത് നമ്മളിൽ രജിസ്റ്ററായി പോയ എല്ലാ ഐതിഹ്യ എന്താ പറയുക പ്രചാരണങ്ങളെയും നിരാകരിച്ചു പോകുന്നുണ്ട്. ഇത്തരം നോവലുകൾ പൊതുവെ മലയാളത്തിൽ എണ്ണി പറയാനായിട്ട് ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ മുമ്പ്? ധാരാളമുണ്ട്. അതിലിപ്പോൾ ഞാൻ നോക്കുന്ന ഒരാൾ TP രാജീവനാണ്. TP രാജീവൻ്റെ 2 മനോഹരമായ പുസ്തകങ്ങളായിരുന്നു, പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥയും പിന്നീട് വന്ന KTN കോട്ടൂർ എഴുത്തും ജീവിതവും. മലയാളി വേണ്ട രീതിയിൽ അത് വായിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണോ TP രാജീവനെ നമ്മൾ കേരളത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു അക്കാദമികളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും വലിയ നിലയിൽ ആഘോഷിച്ച് കാണപ്പെടാത്തത്? അതുകൊണ്ടായിരിക്കുമോ? അദ്ദേഹം ആഘോഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ 2 കൃതികളും വേണ്ടത്ര വായിക്കപ്പെടാതെ പോയത്. ഞാനിപ്പോൾ അടുത്ത ദിവസം KTN കോട്ടൂർ എഴുത്തും ജീവിതവും വീണ്ടും വായിച്ചു. അപ്പോൾ അതിലൊക്കെ നടത്തുന്ന അത്തരം കൃതികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ചരിത്രത്തെ ഈ രീതിയിൽ നോക്കിക്കാണുന്ന ഒരുപാട് കൃതികളുണ്ട്. ഇപ്പോൾ S ഹരീഷിൻ്റെ ഓഗസ്റ്റ് 17, അതുപോലെ വേറെ രീതിയിൽ ഇപ്പോൾ വിനോയ് തോമസിൻ്റെ ചില പുസ്തകങ്ങൾ, നിരവധി സാധനങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഞാൻ വായിക്കുന്ന സമകാലികരായ എഴുത്തുകാർ നിരവധിയുണ്ട്. സാറാ ജോസഫിൻ്റെ ഏത് കൃതിയും ധൈര്യമായിട്ട് വായിക്കാം. അതിനൊരു വല്ലാത്ത അതിജീവന ശേഷിയുള്ള, അല്ലെങ്കിൽ നമ്മളെ സ്പർശിക്കാനുള്ള ശേഷിയുള്ള, എത്ര കാലത്തേക്കും നിലനിൽക്കാൻ ശേഷിയുള്ള, അങ്ങനെ ഞാൻ ഓരോ എഴുത്തുകാരെയും എടുത്ത് പറയല്ല, അങ്ങനെ നിരവധി എഴുത്തുകാർ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ ആഘോഷിക്കപ്പെടുന്നത് മറ്റ് ചിലരാണ്. മറ്റ് ചില ചേരുവകൾ ചേരുമ്പോഴാണ്
ഈ കൃതികൾ വിറ്റുപോകുന്നത്. ഇനി ഈ സമകാലികതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആ പുസ്തകത്തിൽ തന്നെ, നോവലിൽ തന്നെ പറയുന്നുണ്ട് സമകാലികതയെക്കുറിച്ചിട്ടുള്ളൊരു ചർച്ചയിൽ. കാലാതിവർത്തിയായ കൃതികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സമകാലിക രാഷ്ട്രീയം പറയുമ്പോഴും അത് കാലാതിവർത്തിയാവാം എന്നതിൻ്റെ ഉദാഹരണമാണ് കുഞ്ചൻ നമ്പ്യാർ. ഇപ്പം ഞാൻ പറയാം, ആ കാലത്ത് മാർക്സിസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല, മാർക്സിനെ കുറിച്ച് നമുക്ക് അറിയില്ല, മാർക്സ് ഇല്ല. അപ്പോഴാണ് രാമപുരത്ത് വാര്യരുടെ ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരു ആർത്തിയും എന്ന സംഗതി വരും. ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരു ആർത്തിയും എന്ന് പറയുന്നത് ഒരു വൈയക്തികമായ ദാരിദ്ര്യാനുഭവത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ, നമ്പ്യാരിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് കുറേ കൂടി സാമൂഹികമാവുന്നുണ്ട്. ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ് നമ്പ്യാർ പറയുന്നത്. ഇനി മറ്റൊരു സാധനം നോക്കുക, നമ്പ്യാരുടെ ഒരു കൃതിയിൽ പാഞ്ചാലിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുക, ഭീമനും മറ്റേ കീചകവധം തുള്ളലില് അദ്ദേഹം വളരെ മനോഹരമായ മഞ്ഞു മൂതണ കാറ്റുമേറ്റു വെളിക്ക് തന്നെ കിടക്കണം, ഒരു ദാസിയുടെ കൊട്ടാരത്തിലെ അടുക്കള ജോലിക്കാരിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂപ്പറായൊരുത്തരുണ്ടാവാൻ ഉണ്ട് കുമ്പ നിറയ്ക്കണം, മറ്റു അങ്ങനെ നിരവധി പുരുഷാധിപത്യ പ്രവണത ഒരു സ്ത്രീ അത് മാത്രമല്ല, ഒരു ദാസി, ഒരു പണിക്കാരി, ഒരു ജോലിക്കാരി, ഒരു തൊഴിലാളി സ്ത്രീ, ഒരു തൊഴിലാളി സ്ത്രീയെക്കുറിച്ച് അതിനു മുമ്പ് പരാമർശമില്ല ഒരു കവിതയിലും. അവിടെയാണ് ഈ സ്ത്രീക്ക് കുഞ്ഞു നുള്ളുക എന്ന വിധങ്ങൾ ആശു സഹിക്കണം, കുഞ്ഞിനെ നോക്കണം. മാർക്സ് ചിന്തിക്കുന്നതിന് മുമ്പേ വർക്കിംഗ് ക്ലാസിനെ കുറിച്ചിട്ട് അന്നേ പറയുന്നുണ്ട്. അടുക്കളയിൽ പണിയെടുക്കണം, അത് കഴിഞ്ഞ് ഈ വരുന്നവരെ മുഴുവനും ഊട്ടണം, എല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ മഞ്ഞു മൂതണ കാറ്റുമേറ്റു വെളിക്ക് തന്നെ കിടക്കണം, നല്ലൊരു സ്ഥലം പോലും അവന് കിടക്കാനില്ല. ഇങ്ങനെ വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ അതിനു മുമ്പ് ആരും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഇന്നും പാഞ്ചാലിയെക്കുറിച്ചാണ് പറയുന്നത്, അജ്ഞാതവാസ കാലത്തെ പാഞ്ചാലിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് കൃത്യമായി അറിയാം അത് പത്മനാഭപുരം അല്ലെങ്കിൽ തിരുവിതാംകൂറിലൊരു കൊട്ടാര അനുഭവമാണ്. അതിലേക്ക് കൂടി ഈ രാജാക്കന്മാരിലേക്ക് കണ്ണു പോകാതെ, അല്ലെങ്കിൽ ഭടന്മാരും ഈ ഏതാണ്ട് ഈ അവസ്ഥയിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഭടന്മാരുടെ പ്രശ്നം, സാധാരണക്കാരുടെ പ്രശ്നം, അടുക്കള ജോലിക്കാരിയുടെ പ്രശ്നം എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അതായത് കേവലമായിട്ട് ഘോഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 30-35 അല്ലെങ്കിൽ 40 വർഷത്തോളമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുഞ്ചൻ നമ്പ്യാർ അന്നേ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? ഇതിനകത്ത് ഘോഷത്തിനകത്ത് IR പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ആത്മകഥാംശമുണ്ട് എന്ന് IR പ്രസാദിനെ വളരെ അടുത്തറിയുന്ന ഞാൻ പറഞ്ഞാൽ അത് ഒരു വെറും പറച്ചിലാവോ? അങ്ങനല്ല, ഇതൊക്കെ കാണുന്ന ഒരാളുണ്ട്. ഞാനും ഇവിടുത്തെ എല്ലാത്തരം കുറേയും കൂടി ഡയറക്റ്റ് ആയിട്ട് സാമൂഹ്യ ജീവിതവും അധികാരത്തിൻ്റെ അവസ്ഥയും എല്ലാം കുറേയും കൂടി അടുത്ത് നിന്ന് നോക്കിക്കാണുന്ന ഒരു നോക്കിക്കാണലുകാരൻ മാത്രമാണോ? ഏതെങ്കിലും അനുഭവസ്ഥൻ്റെ കൂടി സ്വഭാവങ്ങളില്ലേ നോവലിൽ? അതായത് ആത്മകഥാംശമുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനിത് വളരെ അടുത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനോടൊക്കെ അടുത്ത് ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോട് പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം അനുഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അല്ലാതെ ഒരു മഹാപ്രതിഭയും ഭയങ്കര നർമ്മമൊക്കെ ഉള്ള ആ മനുഷ്യനോടുള്ളൊരു കമ്പാരിസൺ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തെ നിരാകരിക്കുന്നത്. ഇന്നത്തെ സാംസ്കാരിക ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള ഈ സ്തുതിപാഠകരെക്കുറിച്ചൊക്കെ പറയാൻ ഏറ്റവും നല്ല ക്യാൻവാസ് കുഞ്ചൻ നമ്പ്യാരാണ് എന്ന് തീരുമാനിച്ചല്ലോ. ആ തീരുമാനത്തിൻ്റെ കാരണങ്ങളും ഏതാണ്ട് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴായിട്ട് കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളും അതിൽ വ്യക്തമാണ്. ഇതിനു വേണ്ടി നടത്തിയ ഒരു അധ്വാനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഒറ്റപ്പാലത്താണ് പഠിച്ചത്, ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് കിളികുറിശിമംഗലമൊക്കെ ആയിട്ട് അടുത്ത് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ കുട്ടിക്കാലം മുതലേ നമ്മൾ സ്കൂൾ പഠിക്കുന്ന പോലെ നമ്മൾ ഏറ്റവും അടുത്തറിയുന്ന, ഏറ്റവും ആസ്വദിച്ച് പഠിക്കുന്ന ഒരു കാവ്യഭാഗമാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടാവും. ബാക്കി കവിതകളൊക്കെ നമ്മൾ അതെ മാഷെ പേടിച്ചിട്ട് കാണാതെ പഠിക്കുന്നതാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഈ കവിത ഏത് കാലത്തും നമുക്ക് 4ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ ഏതെങ്കിലും മാഷ് നോക്കടാ നമ്മുടെ മാർഗ്ഗ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ വരും. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ എന്നുള്ളതിലെ പരിഹാസം നമ്മൾ 2ലോ 3ലോ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ആ നർമ്മം നമുക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്, വളരെ കുഞ്ഞു കാലത്ത് തന്നെ. അപ്പോൾ അത് മുതൽ നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുന്നവരെ നമ്പ്യാർ നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ അത് ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പ്യാർ നമ്മുടെ കൂടെ ഉണ്ട്. 2 ഈ ഒറ്റപ്പാലത്തിൻ്റെ ഒരു പരിസരം നമുക്ക് ഇഷ്ടമുള്ള ചില ലോക്കൽ പദങ്ങളൊക്കെ അല്ല പൊണ്ണന്മാർ ചിലർ അവിടെ വിളിച്ചു അല്ല. അപ്പോൾ ഞാൻ ഒറ്റപ്പാലവുമായിട്ടുള്ള ബന്ധം
അതിനുശേഷം പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടെയുമുണ്ട് അറിയാതെ. അപ്പോൾ ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർ ഇയാളും സമകാലികരാണ്. ഒരേ കൊട്ടാരത്തിലെ കവികളായിരുന്നു. ഉണ്ണായി വാര്യർ രാമപുരത്ത് വാര്യർ അമ്മാവനും മരുമകനാണ് തോന്നുന്നു അല്ലേ? ഗുരുവും ശിഷ്യനുമാണെന്ന് പറയുന്നുണ്ട്. കുറച്ചു കാലം ഉണ്ണായി വാര്യർ രാമപുരത്ത് വാര്യർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം രാമപുരത്ത് വാര്യർ എന്താ ചെയ്യുന്നത്? രാമപുരത്ത് വാര്യർ കൃഷ്ണനെ, മാർത്താണ്ഡവർമ്മ കൃഷ്ണനായും തന്നെ സ്വയം കുചേലനായും സങ്കല്പിച്ചിട്ടാണ് ഈ വഞ്ചിപ്പാട്ടൻ എഴുതിയിരിക്കുന്നത്. പക്ക സ്തുതി, അതിവിനയം കൊണ്ട് കാര്യം സ്തുതി തന്നെ അല്ല, ആധുനിക കാലത്ത് പച്ചക്കുള്ള സ്തുതി. അപ്പൊ ഈ മനുഷ്യൻ എന്തുകൊണ്ട് അവിടെ ഇരുന്ന് സ്തുതി പാടിയപ്പോൾ ഈ മനുഷ്യൻ ഒരു സ്തുതിയും പറയാതെ ഇതിനെ പരിഹസിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും ഈ ഒരു വൈരുദ്ധ്യം കുറെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചത്. വേണമെങ്കിൽ ആ നോവലിൽ രാമപുരത്ത് വാര്യരെ ഈ സ്തുതിക്കാരനും വില്ലനും ഒക്കെ ആക്കി മാറ്റാം. പക്ഷെ പാവമാണ് അയാൾ നിവൃത്തികേടുകൊണ്ടല്ലേ ഈ സ്തുതി പറയുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ട്. നിലനിൽക്കാൻ വേണ്ടി നിവൃത്തികേടുകൊണ്ട് സ്തുതി പാടി ജീവിക്കും. രാമപുരത്ത് വാര്യർക്ക് വേറെ പണിയൊന്നും അറിയില്ല. വേറെ പണിയൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവരോടൊക്കെ അങ്ങനെ ദേഷ്യമൊന്നുമില്ല. ഞാൻ രാമപുരത്ത് വാര്യരായിട്ടാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളെയൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അത് ദേവരാജസൂരിയിലേക്ക് വളരുമ്പോഴുള്ളൂ അതിൻ്റെ അപകടം സംഭവിക്കുന്നത്. ബാക്കി ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ അശ്ലീലത്തിന്റെ എക്സ്ട്രീമിലേക്ക് ദേവരാജസൂരിമാരാണ്. ഇത് നമുക്ക് നോക്കി ഒന്ന് ചിരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ രാമപുരത്ത് വാര്യരുടെ നമ്മൾ പൊതുവെ പറയും ചില ആളുകൾ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾക്ക് കുറേ അസ്വസ്ഥത കുറയും അവരെ പറ്റി. അത് അവർ നമ്മളുടെ അധികാരത്തിൽ കയറി കളിക്കുകയോ അതിനെ നിയന്ത്രിക്കുക, മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തുകയോ മറ്റൊരാളെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ കാര്യങ്ങൾ അവർക്ക് 4 വേദിയൊക്കെ കിട്ടണം, 2 വിദ്യാരംഗം ഉദ്ഘാടനം കിട്ടണം, അവിടെ നിന്ന് പോയി ചിരിക്കണം, അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ കവർ കിട്ടിയാലൊക്കെ അവർ സംതൃപ്തരായി. പിന്നെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ, ഏതെങ്കിലും നാരായണന്മാർ സ്മാരക അവാർഡോ പിന്നെ ഒക്കെ കിട്ടിയാൽ തന്നെ അവരുടെ ജീവിതം, ലക്ഷ്മിക്കുട്ടിയമ്മ പുരസ്കാരമൊക്കെ കിട്ടിയാൽ തന്നെ അവരുടെ ജീവിതം സുന്ദരമായി. അത്രേ ഉള്ളൂ. അത് ചെറിയൊരു പട്ടും വലിയ പട്ടും മുളയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിനുവേണ്ടി ഇതിന് ഈ നോവൽ എഴുതാൻ വേണ്ടി നടത്തിയ അധ്വാനത്തിനെ കുറിച്ച് അപ്പോൾ പിന്നെ ഞാൻ ലൈബ്രറികളിൽ പോയിരുന്നു. കേരള സാഹിത്യ ചരിത്രം പലരും എഴുതി, ഉള്ളൂരടക്കം പലരും എഴുതി കേരള സാഹിത്യ ചരിത്രം വായിക്കേണ്ടി വന്നു. അതിന് കേരള ചരിത്രം വായിച്ചു. നമുക്ക് ആ കാലത്ത് ചരിത്രം കിട്ടുന്നത് വളരെ കുറവാണ്. കിട്ടുന്നത് തന്നെ ശങ്കുണ്ണി നായരുടെ കൊട്ടാരം ചരിത്രമാണ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും നമുക്ക് ഈ സ്തുതിയുടെ ചില അംശങ്ങൾ എടുക്കാം, നമുക്ക് വേണ്ടാത്തത് നിരാകരിക്കാം. അങ്ങനെ ആ രീതിയിൽ പിന്നെ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകം, അങ്ങനെ തുടങ്ങി കുറേ നമ്പ്യാരെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നമ്പ്യാരുടെ കൃതികളാണ് ഞാൻ കൂടുതലും എടുത്തത്. അപ്പോൾ ഞാൻ നമ്പ്യാരെ വായിക്കുമ്പോൾ എനിക്ക് പുതിയൊരു കാഴ്ച അതിനകത്ത് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ആ വരികൾ കോട്ട് ചെയ്തിട്ട് നമ്പ്യാരുടെ കൃതികൾ സമ്പൂർണ്ണമായിട്ട് വായിച്ചു. പലവട്ടം വായിച്ചു. പക്ഷേ കോട്ട് ചെയ്തിരിക്കുന്ന ഒന്നും സുപ്രസിദ്ധ വരികളല്ല. അത് ഞാൻ ബോധപൂർവ്വം ചെയ്തതാണ്. മറ്റു വരികൾ പലർക്കും അറിയും. മാത്രമല്ല എൻ്റെ കാവ്യ സന്ദർഭത്തിന് അനുകൂലമായ വരികളാണ് ഞാൻ എടുത്തത്. അതിൽ നമ്പ്യാർ എഴുതിയ ഈ ചില വനവർണ്ണനകളുടെയൊക്കെ പോരായ്മയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. നമ്പ്യാർ എന്നുള്ള കവിയുടെ ദൗർബല്യം ഞാൻ കാണിക്കുന്നുണ്ട്. അത് ചേലപ്പറമ്പിൽ തിരുത്തുന്നുണ്ട്. നമ്പ്യാർ എന്ന കവിയുടെ ശക്തി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിയുടെ എല്ലാ ശക്തി പരിമിതികളെയും ദൗർബല്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. എപ്പോഴാണ് ഈ കവിക്ക് ഒരു രാഷ്ട്രീയ ഊർജ്ജം വരുന്നതെന്നും എപ്പോഴാണ് ആ കവിതയിലേക്ക് കൂടുതൽ തെളിച്ചം വരുന്നതെന്നും ഒക്കെ, അല്ലെങ്കിൽ ആ കവിയുടെ വ്യക്തിത്വത്തിൽ ഓരോ മാറ്റം വരുന്നത് അത് ആരുമായിട്ടുള്ള സമ്പർക്കത്തിലാണ്, അധികാരവുമായിട്ടുള്ള ഏത് തരം സന്ദർഭത്തിൽ സംഘർഷത്തിലാണ് എന്ന രീതിയിലൊക്കെയാണ് ഓരോ വരികളും എഴുതാനിടയായ സാഹചര്യം, സന്ദർഭങ്ങളെ ഞാൻ ഭാവനാപൂർണമായിട്ട് തന്നെ കണ്ടെടുക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് ഒറ്റ കാര്യം കൂടെ, പ്രസാദിൻ്റെ 3ാമത്തെ പുസ്തകമാണിത്. ഇനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ മനസ്സിലുണ്ടോ? അതോ ജോലിയും ഈ പറയുന്ന ഈ നോവലിൽ പ്രസാദ് പരമാവധി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്ന തോന്നലുണ്ടോ? മറ്റെന്തെങ്കിലും ആശയങ്ങൾ ഇനി ബാക്കി മനസ്സിൽ പദ്ധതികളുണ്ടോ? എന്താണ് പ്രസാദിലെ എഴുത്തുകാരൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇനി? അടുത്തതും ഒരു രാഷ്ട്രീയ നോവൽ തന്നെയാണ്. അത് ഇത്ര പഴക്കമില്ല, 200 കൊല്ലത്തെ പുറകോട്ട് പോയിട്ടല്ല, ഒരു 100 കൊല്ലം പുറകോട്ട് പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ നോവൽ തന്നെയാണ് ഇനിയും എഴുതാൻ പോകുന്നത്. ചരിത്ര നോവലെന്ന് ഞാൻ പറയില്ല, രാഷ്ട്രീയ ഭാവന ഉള്ള ഒരു നോവലാണ്. അതിൻ്റെ 3-4 അധ്യായം എഴുതി തുടങ്ങി. പിന്നെ നമ്മുടെ ഒരു ജോലിയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ മാറ്റിവെച്ച് അത് മുന്നോട്ട് പോകണം. എന്തായാലും അത് ഒരു പെട്ടെന്ന് എഴുതി തീർക്കണം എന്നല്ല. അതിനിടയ്ക്ക് ഘോഷം ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തക പ്രസാധനം നടത്തുന്ന എന്താ പറയുക രചയിതാക്കളുടെയൊക്കെ ആധിക്യം ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയ എഴുത്തുകാരുടെ ആധിക്യം. അതിനോട് പൊതുവെ എന്ത് സമീപനമാണ് IR പ്രസാദ്
സ്വീകരിക്കാറുള്ളത്? അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പൊതുവെ കൊടുക്കാനുണ്ടോ? നിർദ്ദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല, പക്ഷേ നമുക്ക് എല്ലാവരും എഴുതട്ടെ. അതിനുള്ള പഴയതുപോലെ അല്ലല്ലോ, ഒരു പത്രാധിപരുടെ കാരുണ്യം കാത്തു നിൽക്കേണ്ടതില്ല ആർക്കും. കുറേ പ്രസാധകരുണ്ട്, ഒരു എഡിറ്റർ ഇല്ല. പിന്നെ അതുകൊണ്ട് കുറേ കുഴപ്പങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പ്രസാധകർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അത് വസൂലാക്കി അതിനൊരു പ്രൊമോഷനും കൊടുക്കാതെ അത് പ്രസിദ്ധീകരിച്ച കാശും മേടിച്ച്, എനിക്കും അതെ എങ്ങനെയെങ്കിലും പ്രസിദ്ധീകരിച്ച് കിട്ടിയാൽ മതി ഒരു കവിയാവാൻ, ഒരു നോവലിസ്റ്റ് ആവാൻ എന്ന വിചാരം കൊണ്ട് ഞാനും കാശ് കൊടുക്കാൻ തയ്യാർ. അത്തരം പ്രവണതകളൊക്കെ വളരെ മോശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും എഴുതട്ടെ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണം. സോഷ്യൽ മീഡിയയിൽ വളരെ ആഘോഷിക്കപ്പെടുന്ന, അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ എഴുതിയ സുരേഷ് MG എന്നോട് പറഞ്ഞു, ഞാൻ ഈ പുസ്തകത്തെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് വായിച്ചത്. കാരണം സോഷ്യൽ മീഡിയ പറയുന്ന പുസ്തകങ്ങളൊക്കെ എനിക്ക് പേടിയാണ്. വായിച്ചാൽ നമ്മുടെ സമയം വെറുതെ പോകും. ഒന്നാമത് നമുക്ക് ആർക്കും ആ രീതിയിൽ വായിക്കാൻ സമയമില്ല. നമ്മൾ രാവിലെ മുതൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നിരന്തരം വായന ഉണ്ട്. അപ്പോൾ ഇത്രയും വായനയുടെ കൂട്ടത്തിൽ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അത് ഈ ആഘോഷങ്ങളിലും ഘോഷങ്ങളിലും ഒന്നും പെടാതെ നമ്മൾ നല്ല കൃതികളെ, നല്ല എഴുത്തുകാരെ കണ്ടെത്താൻ നമ്മൾ സ്വയം അധ്വാനിക്കണം. അതിന് നമ്മൾ സ്വയം ഒരു ശീലം. തെരഞ്ഞെടുപ്പ് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അത് എനിക്കിഷ്ടമുള്ളത്, അപ്പോൾ എൻ്റെ ഇഷ്ടമല്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് കണ്ടെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. വലിയ ഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങളെ കുറച്ചൊക്കെ തള്ളിക്കളയാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. അതൊരു മുൻവിധിയായിരിക്കും നല്ലത്. വളരെ സന്തോഷം. ചാപ്റ്റർ 4-ൻ്റെ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സമയം തന്നതിന് വളരെ സന്തോഷം. ഇത് കാണുന്ന ആളുകൾക്ക് ഈ ഘോഷം എന്ന പുസ്തകം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ ഈ അഭിമുഖത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സന്തോഷം. ഹരിയെ ഞാൻ 3 തവണയെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ റോളിൽ. ഇപ്പോൾ നമ്മൾ 2 കസേര അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതൊരു പുതിയ അനുഭവമായിരുന്നു. വളരെ സന്തോഷം. തിരിച്ചു